വൃത്തത്തിന്റെ ചുറ്റളവ് 3 പൈ സെന്റിമീറ്റർ ആയാൽ അതിന്റെ പരപ്പളവ് എത്ര? വൃത്തത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സർക്കിൾ വരയ്ക്കുമ്പോൾ ഈ ബൗണ്ടറി പോർഷൻ നിങ്ങൾ കണ്ടല്ലോ, ഇതിന്റെ മൊത്തം ലെങ്തിനെയാണ് ചുറ്റളവ് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 2 പൈ r ആണ്. ഇക്വൽ ടു എത്രയാണ്? 3 പൈ ആണ്. അപ്പൊ ഇതിന് നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാമല്ലോ. റേഡിയസ് അല്ലെങ്കിൽ ആരം. r ഇസ് ഈക്വൽ ടു 3 പൈ ബൈ 2 പൈ. ഇവിടെ 2 പൈയും കട്ടായി 3/2 എന്ന് നമുക്ക് കിട്ടി. ഇനി അവർ ചോദിച്ചേക്കുന്നത് അതിന്റെ പരപ്പളവാണ്. പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ. അപ്പൊ സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? പൈ r സ്ക്വയർ. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പോർഷൻ. ഓക്കെ, ഇവിടെ r എന്ന് പറഞ്ഞാൽ 3/2 ആണ്. അപ്പൊ r സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3/2 ഇൻറ്റു 3/2. 3 ഇൻറ്റു 3 9 ആണ്. 2 ഇൻറ്റു 2 4 ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ പൈ ഇൻറ്റു 9/4 എന്ന് കിട്ടും. ഈ 9/4 നമ്മുടെ ഓപ്ഷൻ ഇല്ല. അപ്പൊ നമ്മൾ 9/4 മിക്സഡ് ഫ്രാക്ഷൻ ആണ്. 9നെ നിങ്ങൾ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. 4 2s are 8. റിമൈൻഡർ 1. അപ്പൊ ഇതിനെ എങ്ങനെ മിക്സഡ് ആക്കി നമുക്ക് എഴുതാം? 2 1/4 എന്ന് എഴുതാം. അപ്പൊ നമ്മുടെ ആൻസർ പൈ ഇൻറ്റു 2 1/4 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓപ്ഷൻ ബി.